പങ്കുചേരുന്നതിന് ഭാഗിച്ചു കൊടുത്തിരിക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞ് അവരെല്ലാം പങ്കുവച്ചു എന്നാണ് പറയുന്നത്. ഈ പങ്കുവെക്കലിൻ്റെ അനുഭവം ഇന്ന് നമ്മൾ ആരുടെയൊക്കെയോ കടമെടുത്ത യഹൂദന്മാരുടെയോ പ്രൊട്ടസ്റ്റന്റുകാരുടെയോ ഒക്കെ വാക്കുകളിൽ നിന്ന് കടമെടുത്ത് നമ്മളൊരു പരിധിവരെ ഒരു ദശാംശത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാക്കിയുള്ള അംശങ്ങളെല്ലാം സ്വന്തമാണ്. വീടില്ലാത്തവനോ പഠിപ്പില്ലാത്തവനോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവനെ സ്വന്തമാക്കുക എന്നുള്ള ഒരു മനോവിചാരത്തിലേക്ക് ഇന്ന് ക്രൈസ്തവർ വരവ് കുറവാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ധാരാളം പേരുണ്ടായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തോമസ് തറ പിതാവിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. ആ പിതാവിൻ്റെ പ്രസംഗത്തിൽ എങ്ങനെയാണ് പറയുന്നത്? കാലം ചെയ്ത ബെനഡിക്ട് 16 മാർപ്പാപ്പയോട് ഒരു പത്രപ്രവർത്തകൻ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, ആദിമ ക്രിസ്ത്യാനികൾ തങ്ങൾക്കുണ്ടായിരുന്നെല്ലാം പൊതുവകയെന്ന് എണ്ണിയിരുന്നല്ലോ, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ അത് ചെയ്യുന്നത്, കമ്മ്യൂണിസ്റ്റുകാർക്കല്ലേ അതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യമെന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, കമ്മ്യൂണിസം ഈ നൂറ്റാണ്ടിലുണ്ടായതാണ്, എന്നാൽ ക്രിസ്ത്യാനിറ്റി ആദ്യ നൂറ്റാണ്ടിലെ ഉള്ളതാണ്. ഞങ്ങളുടെ സന്യാസികളും ഞങ്ങളുടെ പുരോഹിതന്മാരെല്ലാവരും ഇതുപോലെ ഏകകൂട്ടമായി ഒന്നും സ്വന്തമെന്ന് അവകാശപ്പെടാതെ എല്ലാം പങ്കുവച്ച് ജീവിക്കുന്ന ഒരു ക്രൈസ്തവ ചൈതന്യം, ആദിമസഭയിലെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ പിതാവ് മറുപടി പറഞ്ഞു എന്ന് തോമസ് തറ പിതാവ് തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞത് സത്യമായിരിക്കെ ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുക. നമ്മുടെ ജീവിതങ്ങളെ വ്യവസായങ്ങളിലല്ലേ, നമ്മുടെ ജീവിതങ്ങളിൽ ലാഭവിഹിത കണക്കൂട്ടലുകളിലല്ലേ നമ്മൾക്ക് സകലർക്കും പങ്കുവെക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ദരിദ്രനെയും പക്ഷം ചേർക്കാൻ കഴിയുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്തു പോകുന്നതല്ലാതെ ഒരു ദാരിദ്ര്യത്തിൻ്റെ അരൂപിയിൽ പൂർണ്ണമായി നിന്നുകൊണ്ട് വ്യക്തിപരമായ ആർക്കൊക്കെയോ ചിലർക്കൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ സഭയുടെ സാമൂഹിക ദർശനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സഭയുടെ സാമൂഹിക ദർശനം ഞാനും നിങ്ങളുമായിരിക്കുന്ന സഭയിൽ ഒരു വ്യക്തിക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 44-45 വാക്യങ്ങളിൽ പറയുന്നു, വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. പ്രിയമുള്ളവരെ, തങ്ങൾക്കുണ്ടായിരുന്നെല്ലാം പൊതുവക എന്നെണ്ണി. അക്കാലത്ത് അപ്പോസ്തലന്മാർ അവരുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങി ആവശ്യക്കാർക്കെല്ലാം വിതരണം ചെയ്തു. ഈ കാലത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ നാളുകളിൽ അത് എത്രമാത്രം സാധ്യമാകും? എന്നാൽ ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും തീരുമാനിക്കാവുന്നതല്ലേ? ഓരോ വ്യക്തിക്കും തീരുമാനിക്കാൻ സാധിക്കില്ലേ? അപ്പോസ്തലനായ പത്രോസ്ലീഹ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അനന്യാസേ സഫീറേ, ഭൂമി നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയത് നിന്റെ അധീനതയിലായിരുന്നില്ലേ? നീ പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞത് എന്താണ്? ആ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പരിശുദ്ധാത്മാവിനോട് കള്ളം പറയാൻ തുനിഞ്ഞുവെങ്കിൽ ഈ നൂറ്റാണ്ടിൽ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അധിക ബലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദമ്പതിക്കും, ഓരോ കുടുംബത്തിനും ഒരു തീരുമാനമെടുക്കാൻ പാടില്ലേ? എൻ്റെ സ്വത്തിൽ നിന്ന് ഇല്ലാത്തവന് കൊടുക്കണം, എൻ്റെ വരുമാനത്തിൽ ഇല്ലാത്തവന് കൊടുക്കണം, ഞാൻ കൈക്കൂലി വാങ്ങരുത്, ഞാൻ അക്രമം ചെയ്യരുത്, ഞാൻ ഉള്ളതിൽ നിന്ന് പങ്കുവച്ച് ഒരു നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിൻ്റെ ഒരു ദൈവരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് തെറ്റുണ്ടോ? പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ,
പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ 1990 കോട്ടയാശ്രമത്തിൽ പോയി ധ്യാനം കൂടുവാനിടയായി. ആ ധ്യാനത്തിൽ വെച്ച് ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി എൻ്റെ ബോധമനസ്സിൽ സ്വീകരിച്ചു. എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെല്ലാം യേശു തുടച്ചു മാറ്റുമെന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും എനിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരുമെന്നും യേശുവിൻ്റെ വാഗ്ദാനം ഞാൻ കേട്ടപ്പോൾ ഞാൻ പൂർണ്ണമായും യേശുവിൽ വിശ്വസിച്ചു. ആ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ നേട്ടം, എൻ്റെ ഭാവിക്ക് സുരക്ഷിതത്വം, എനിക്ക് മരണാനന്തര നിത്യജീവനൊക്കെയും ഈ ക്രിസ്തുവിലൂടെയാണെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ ഞാൻ എൻ്റെ കൊച്ചു ജീവിതത്തിൽ, എൻ്റെ കൊച്ചു മനസ്സിൽ തീരുമാനമെടുത്തു, ഞാൻ യേശുവിൻ്റെ കൂടെ ജീവിക്കുകയാണ്. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു, എൻ്റെ ഭാര്യയോട് പറഞ്ഞു, യേശു ക്രിസ്തു നമുക്ക് മതിയായവനാണ്. നമ്മളിനി പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല, നമ്മളിനി കഷ്ടത അനുഭവിക്കേണ്ട ആവശ്യമില്ല, നമ്മളിനി വേദനിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്നുമില്ല എന്നോർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാറ്റിനും മതിയായ ഒരു ക്രിസ്തുവിനെ നാം കണ്ടിരിക്കുന്നു. ആ ക്രിസ്തു നമ്മുടെ രക്ഷകനും നാഥനുമാണ്. എൻ്റെ ഭാര്യയെ ഞാൻ ധ്യാനത്തിന് പറഞ്ഞു വിട്ടു. പിന്നെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ സഹോദരങ്ങളെല്ലാവരെയും ഞാൻ പറഞ്ഞു വിട്ടു. അപ്പനും അമ്മയൊക്കെ ധ്യാനം കൂടി. ആ ക്രിസ്തുവിൽ വളരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ക്രിസ്തുവിനോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. വീണ്ടും വീണ്ടും പല ധ്യാനങ്ങൾ കൂടി. വീണ്ടും ഞാൻ കോട്ടയാശ്രമത്തിൽ 1993 ജോൺ എഫ് ചെറിയുള്ളി അച്ഛൻ നടത്തിയ പ്രേക്ഷിത പരിശീലന വരദാന കരിസൻ ധ്യാനം കൂടാൻ പോയി. ആ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പ്രത്യേകമായ വരങ്ങളോ ദാനങ്ങളോ ഒന്നും എനിക്ക് കാണപ്പെടാവുന്ന രീതിയിൽ ലഭിച്ചില്ല. എന്നാൽ കർത്താവേ, എൻ്റെ വരവ് വെറുതെയായോ, എനിക്ക് പ്രത്യക്ഷമായ ഒരു വരങ്ങളോ ദാനങ്ങളോ ഒന്നും ഈ ദിവസങ്ങളിലായിട്ട് ലഭിച്ചിട്ടില്ലല്ലോ എന്ന് ധ്യാനം തീരുന്നതിൻ്റെ തലേ സന്ധ്യയിൽ ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ, എന്നോട് ഇടപെടണമേ എന്ന് പറഞ്ഞ് സംസാരിച്ച് എൻ്റെ കൈവിരൽ പിടിക്കുന്ന ഭാഗത്തൂടെ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ വേദപുസ്തകം വചനം തുറന്നപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ എനിക്ക് കിട്ടി. ദരിദ്രനോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന്. ചുരുക്കി പറയട്ടെ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഈശോയെ, ആരാണ് ദരിദ്രൻ? എവിടെയാണ് ഞാൻ സുവിശേഷം അറിയിക്കേണ്ടത്? എന്നോട് ഈശോ പറഞ്ഞു, ആ കോട്ടയാശ്രമത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ അങ്ങ് ഹൈവേ തുടങ്ങിയിരിക്കുന്ന ഭിക്ഷാടകരായ ആളുകളെ എനിക്ക് കാണിച്ചു തന്നു. ഇവർക്കൊരിക്കലും ധ്യാന കേന്ദ്രത്തിൽ കയറി ദൈവവചനം കേൾക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ശേഷം നിൻ്റെ ജീവിതത്തിൽ ഇവരോടായിരിക്കണം നിൻ്റെ സുവിശേഷ പ്രവർത്തനമെന്ന് പറയുകയും, ഞാൻ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ആകെ ഭയപ്പെട്ട് ചഞ്ചലപ്പെട്ടിരിക്കുമ്പോൾ തൃശ്ശൂർ ചെന്നായിപ്പാറയിലുള്ള പീച്ചി ചെന്നായിപ്പാറയിലുള്ള ആകാശപ്പറവുകളുടെ ദിവ്യഹൃദയാശ്രമം 1994 മദർ തെരേസ വന്ന്, പാവങ്ങളുടെ അമ്മ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതും MCB സഭാംഗമായ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ ആ അമ്മയുടെ കയ്യിൽ നിന്നൊരു മെഴുകുതിരി കൈമാറ്റി വാങ്ങുന്നതും കാണുകയുണ്ട് ഒരു മാസികയിലൂടെ. എന്നോട് ഈശോ പറഞ്ഞു, നിൻ്റെ പ്രവർത്തനങ്ങൾ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിനക്ക് പറ്റിയ സ്ഥലമാണ് ചെന്നായിപ്പാറ. നീ കുറ്റിക്കലച്ചനെ പരിചയപ്പെടുവാൻ എന്നോട് ആത്മാവ് ഉത്ബോധിപ്പിച്ചു. അതിന് പ്രകാരം ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചനെ പരിചയപ്പെടുകയും അന്നു മുതൽ ഇന്ന് വരെയും തിരുവാരങ്ങൾ അലയുന്ന മക്കളോട് യേശു ക്രിസ്തുവിനെ പറയുകയും യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു പറയുകയും, തുടർന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ 1995 ഞാനും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും 2 പെൺകുഞ്ഞുങ്ങളും മാത്രം ജീവിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു വീട്ടിലേക്ക് വഴിയിലൂടെ അലഞ്ഞു നടന്ന ആരോരുമില്ലാത്ത ഒരു വല്യപ്പനെ വിളിച്ചു കൊണ്ടുവന്ന് താമസിപ്പിച്ച് എൻ്റെ വീടിന് ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ പ്രത്യാശ ഭവൻ എന്ന് പേരിട്ടു. പ്രത്യാശ ഭവൻ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ അപ്പൻ്റെ വീതം കിട്ടിയ വെറും 14 സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞു വീടും
ഞങ്ങൾ 5 ചേട്ടനിയന്മാരൊരു പറമ്പിൽ ഒരുമിച്ച് താമസിക്കുന്നിടത്തുനിന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ചുറ്റുപാടും ധാരാളം അയൽവാസികളും സ്വന്തക്കാരും ബന്ധക്കാരും താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്ത് കുഞ്ഞു കുഞ്ഞു വലിയ വീടുകളും വലിയ വലിയ വീടുകളൊക്കെ വെച്ച് ആളുകൾ അവരുടെ സൗകര്യങ്ങളിലും സുഖങ്ങളിലും ഒതുങ്ങി ജീവിക്കുമ്പോൾ ബലഹീനായ എൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ആ ചിന്തയിൽ നിന്ന് വഴിയോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികളും ഭിക്ഷാടകരുമായ ആളുകൾക്ക് അഭയം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് 28 വർഷം പിന്നിടുമ്പോൾ മലയിടന്തുരുത്ത് എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ മലയിടന്തുരുത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ 60ഓളം മാനസിക രോഗികൾ, തെരുവിലൂടെ അലഞ്ഞടക്കുന്ന ആരുമില്ലാത്ത 60ഓളം മാനസിക രോഗികൾ താമസിക്കുന്ന ഒരിടമായി. അവരെ ചികിത്സിക്കാൻ ഡോക്ടർ, അവരെ പരിചരിക്കാൻ നേഴ്സ്, അവരെ കൗൺസിലിംഗ് നടത്താൻ സോഷ്യൽ വർക്കർമാർ, അവരെ കുളിപ്പിക്കാനും മുടിവെട്ടുവാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ശുശ്രൂഷിക്കുന്ന പ്രേക്ഷിതർ, ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളം കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു പ്രേക്ഷിത പ്രവൃത്തിക്ക് കയ്യിൽ 1 രൂപ പോലുമില്ലാതെ ഇന്നവരെയും കഴിഞ്ഞ 28 വർഷമായി യേശു ക്രിസ്തു നടത്തുമെന്ന് പറയുമ്പോൾ, അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി എണ്ണി എന്ന് പറയുമ്പോൾ, ഈ നാളിതുവരെയും എൻ്റെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവില്ലാതെ വരുത്തി തീർത്തിരിക്കുന്നു. യേശുവിൻ്റെ കൃപ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പ്രിയമുള്ളവരെ, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ദേവാലയത്തിൽ നിന്നുകൊണ്ടാണ്. ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ 25 വർഷം മുമ്പ് ദൈവം എനിക്ക് തന്ന ദർശനമനുസരിച്ച് പാവപ്പെട്ട മാനസിക രോഗികളും ഭിക്ഷാടകരുമായ ആളുകൾക്ക് ആരാധിക്കുവാനൊരു ദേവാലയം വേണമെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ചപ്പോൾ ദൈവം നൽകുക കൃപയ്ക്കനുസരിച്ച് പണിത ദേവാലയമാണിത്. ഇവിടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും വന്ന് വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്നു. ക്രിസ്ത്യാനികളായിട്ടുള്ള മക്കൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത് 3 വിധത്തിലാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, നാളിന്ന് വരെയും സുവിശേഷ പ്രഘോഷണം ഇടതടവില്ലാതെ അനുസ്യൂതം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളുടെ ആലയത്തിലും ഞങ്ങൾ ഒരു ധ്യാന കേന്ദ്രം പണിയുവാനിടയായി. എന്ത് പേരിടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ മാരാനാഥ എന്ന പേര് കിട്ടി. കർത്താവേ വേഗം വരണമേ, യേശുവേ വേഗം വരണമേ എന്ന അർത്ഥമുള്ള മാരാനാഥ എന്ന ധ്യാന കേന്ദ്രത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചു. ഇന്ന് അനേകർക്ക് ഇവിടെ വന്ന് ദൈവവചനം കേട്ടു പോകുവാൻ, താമസിച്ച് ധ്യാനം കൂടിയും ഏകദിന ധ്യാനത്തിൽ പങ്കെടുത്തും കൺവെൻഷനിൽ പങ്കെടുത്തും അനേകർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷ ഈ പാവപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ദൈവം കൃപ ചൊരിഞ്ഞു. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളത് ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച വിശുദ്ധ കുർബാന, അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാമെന്ന് പറയുന്ന ആ പരിശുദ്ധ ബലി ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ ദൈവം അനേകർക്ക് ആശ്വാസമായി അത്താണിയായി നിൽക്കുന്നു. മൂന്നാമത്തെ കർത്താവിൻ്റെ അടയാളമാണ് നാട് നീളെ നന്മ ചെയ്തു പോയ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം. അതാണ് ഞാൻ പറഞ്ഞ പ്രത്യാശഭവൻ അനേകർക്ക് അത്താണിയായി നിൽക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകളും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാമത്തെ മകളും അടങ്ങിയ ഒരു കുഞ്ഞു വീട്ടിൽ 14 സെൻറ്റ് ഭൂമി മാത്രമുള്ള, അതിനകത്തൊരു കുഞ്ഞു വീടുള്ള ഞങ്ങളുടെ വീട്ടിൽ
28 വർഷങ്ങൾക്കപ്പുറത്ത് ഞങ്ങൾ തുടങ്ങിയ ആ ഒരു ശുശ്രൂഷയിൽ ദൈവം ഇത്രമാത്രം അനുഗ്രഹം ചൊരിഞ്ഞു. ആ കാലത്ത് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മിത്രങ്ങളൊക്കെ ഭയത്തോടെ കാണുകയും ഞങ്ങളുടെ ഭാവി എന്തായിത്തീരുമെന്നും കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളവരുണ്ട്. ഞങ്ങളുടെ സ്വന്തപ്പെട്ടവരുടെ വീടുകളിൽ വിരുന്നു പോകുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെല്ലുമ്പോൾ ആക്ഷേപിക്കപ്പെടാറുണ്ട്. ധൈര്യമായിട്ട് സ്വന്തക്കാരുടെയോ ബന്ധക്കാരുടെയോ വീട്ടിൽ കയറി ചെല്ലാൻ യാതൊരു നിർവാഹവുമില്ലാതിരുന്ന വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളുമുണ്ട്. എവിടെ ചെന്നാലും ആക്ഷേപം. ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് എന്താണ് ഈ കാണിക്കണമെന്ന് ചോദിക്കുന്നു. ഈ 2 പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഇത്രയും മാനസിക രോഗികൾ നിങ്ങൾ എവിടെ കൊണ്ടുപോയാക്കും? ഈ കുഞ്ഞുങ്ങളുടെ ഭാവി നിങ്ങൾ ഓർത്തില്ലേ? ചോദ്യങ്ങൾ ഒരു വശത്ത്. മറുവശത്ത് അത്ഭുതം കാണുന്നത് പോലെ ആയിരങ്ങൾ കാണാൻ വരുന്നു, സഹായിക്കാൻ വരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും ഈ ശുശ്രൂഷയിൽ മുഴുകി ജീവിക്കുമ്പോൾ, ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ള ഈ ശുശ്രൂഷയിൽ ഇത്രയും സ്റ്റാഫും ഇത്രയും വലിയ നിലയിൽ ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മുഴു സമയം ശുശ്രൂഷ ചെയ്യുന്നു. അന്ന് 5ാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ മൂത്ത മകൾ, പ്രിയമുള്ളവരെ, അവളുടെ ഭർത്താവും അവൾക്ക് 3 പെൺമക്കളാണ്. ഈ 3 മക്കളോടുകൂടി കാനഡയിൽ അവർ ദൈവകൃപയിൽ സന്തോഷമായി ജീവിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ മകൾ അന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവളിന്ന് സൈക്കോളജിയിൽ എംഫിലും PhD കഴിഞ്ഞ് ആന്ധ്രയിലെ SRM യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു. എബ്രായർ ലേഖനത്തിൽ ഇങ്ങനെ പൗലോസ് പറയുന്നു, ഏറെ പെറുക്കിയവന് ഏറെയുണ്ടായില്ല, കുറച്ച് പെറുക്കിയവന് കുറഞ്ഞും പോയില്ല. മക്കളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കരുതി അധികമായി ഒന്നും ചെയ്യാതെ ഈ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനുഗ്രഹങ്ങൾ വാങ്ങി എല്ലാം കൂട്ടിപ്പോയവരുടെ ഇടയിൽ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ശുശ്രൂഷ ചെയ്തു പോകുമ്പോൾ ഞങ്ങൾക്കും ഈ നാളിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കും, ഒന്നും കുറഞ്ഞു പോയില്ല, ഞങ്ങൾക്ക് ഒരു നഷ്ടവും വന്നില്ല. പിന്നെയോ എന്നെ പ്രതി, സുവിശേഷത്തെ പ്രതി, പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ മക്കളെയോ വസ്തുവകളെയോ ആരുപേക്ഷിക്കുന്നുവോ അവർക്ക് 100 ഇരട്ടി ഇഹത്തിൽ തന്നെയും വരാനിരിക്കുന്ന നിത്യജീവനം നൽകുമെന്ന് പത്രോസ് അപ്പോസ്തലനോട് കർത്താവ് പറഞ്ഞ കാര്യം ഞങ്ങളുടെ ജീവിതത്തിലും ആയിത്തീരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആ ദൈവമക്കളെ, ഒരിക്കൽ കൂടെ ആദ്യത്തെ വചനം പറയട്ടെ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കേട്ട വചനങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുവാൻ, കേട്ട വചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ദാരിദ്ര്യത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച പരിശുദ്ധി അമ്മേ, ദാരിദ്ര്യം തൻ്റെ മണവാട്ടിയായി സ്വീകരിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും സകല പുണ്യവാന്മാരെ, പുണ്യവതികളെ, ബലഹീനരും പാപികളും കുറവുള്ളവരുമായ ഞങ്ങളുടെ ഈ ക്രൈസ്തവ ജീവിതവും ഈ വചനം കേൾക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും ഈ വചനത്തെ ധ്യാനിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ. സകല നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ശുശ്രൂഷയിൽ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂവെന്ന് പ്രാർത്ഥനയോടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് അവസരം തന്ന ഈ സ്നേഹപ്രകാശം ധ്യാൻ ടീമിൻ്റെ എല്ലാ പ്രവർത്തകർക്കും, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയുമായി ബന്ധപ്പെട്ട് ആണിത് കണ്ടുമുട്ടാനിടയായത്. ഞാനൊരു ബ്രദർ എൻ്റെ നായർ സമുദായത്തിൽ, ഹിന്ദു സമുദായത്തിൽ നിന്ന് സുവിശേഷ കേൾവിയിലൂടെ വിശ്വാസത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയ ഒരു ദീപക് എന്ന് പറയുന്നൊരു ബ്രദറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ, ആ പ്രസംഗം ഞങ്ങളുടെ കൺവെൻഷൻ, ഇവിടെ നടക്കുന്ന കൺവെൻഷൻ, അദ്ദേഹത്തെ വരുന്ന ജനുവരിയിൽ കൺവെൻഷൻ ഉണ്ട്, അതിന് വിളിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹോദരിയോട് അതിൻ്റെ നമ്പർ തപ്പിയെടുക്കാൻ പറഞ്ഞപ്പോൾ ആ നമ്പർ അന്വേഷിച്ച് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ശുശ്രൂഷയിലേക്ക് കടന്നു വരാൻ ഇടയായത്. ദൈവം ഇടയാക്കിയത്. എല്ലാ നന്മകൾക്കും
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ശ്വാസം അടക്കി പിടിച്ചിരുന്നായിരുന്നു.